നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സിപിഐഎം സിപിഐ ഭിന്നത കണ്ട് ആരും സന്തോഷിക്കേണ്ടെന്ന് ആർ ബാലകൃഷ്ണപിള്ള. ഇടത് മദ്യനയമാണ് ശരി, സുധീരനെ വെട്ടാൻ ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ചതാണ് UDF മദ്യനയമെന്ന് ബാലകൃഷ്ണപിള്ള. കൽപ്പറ്റയിൽ ATM കുത്തിത്തുറന്ന് മോഷണ ശ്രമം. കുത്തിത്തുറന്നത് ലിയോ ഹോസ്പിറ്റലിനടുത്തെ SBI ATM കൗണ്ടർ. നെന്മേനി പഞ്ചായത്തിൽ നെൽവയലുകൾ തരം മാറ്റി മുറിക്കു നട്ടു. നടപടിയെടുക്കാൻ കൃഷിമന്ത്രി നൽകിയ നിർദ്ദേശം ജില്ലാ കളക്ടർ അവഗണിച്ചു. പാടിച്ചിറ മറ്റൊരു ചെമ്പനോട. കർഷക സംഘടനകൾ മിന്നൽ സമരത്തിനൊരുങ്ങുന്നു. നക്ഷത്ര പദവി നേടി വയനാട്ടിൽ 2 ബാറുകൾ തുറന്നു. ബാറുകൾ തുറന്നത് കൽപ്പറ്റയിലും മാനന്തവാടിയിലും. മേപ്പാടിയിൽ ട്രാഫിക് പരിഷ്കാരം. കടലാസിൽ ഉപദേശക സമിതി നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില. വാഹന പാർക്കിംഗും കയറ്റിറക്കും റോഡരികിൽ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം ഗുണ്ടൽപേട്ടിൽ ചെണ്ടുമല്ലി കൃഷിയെ ബാധിച്ചു. ഓണം ലാഭം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ പൂപ്പാടങ്ങൾ. വാർത്തകൾ വിശദമായി. ഇടതുമുന്നണിയിൽ CPM-ഉം CPI-യും തമ്മിൽ ഇപ്പോഴുള്ള ഭിന്നാഭിപ്രായങ്ങൾ കണ്ട് ആരും സന്തോഷിക്കേണ്ടെന്ന് സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള. മുട്ടനാടിന്റെ പുറകെ നടക്കുന്ന കുറുക്കന്റെ ഗതിയായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നും ആർ ബാലകൃഷ്ണപിള്ള. സർക്കാരിന്റെ മദ്യനയം ശരിയാണെന്നും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ബത്തേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. UDF-ന്റെ മദ്യനയം എന്ന് പറയുന്നത് സുധീരനെ വെട്ടാൻ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ നയമായിരുന്നുവെന്നും ആർ ബാലകൃഷ്ണപിള്ള. ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ താനടക്കമുള്ള UDF ഉന്നതാധികാര സമിതി ചേർന്ന് എടുത്ത മദ്യനയമല്ല അന്ന് വൈകിട്ട് ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചത്. ഇത് സുധീരനെ വെട്ടാൻ ഉമ്മൻചാണ്ടി ചെയ്തതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതി കണ്ടുമടുത്താണ് UDF-ൽ നിന്നും ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചത്. നിലവിൽ ഇടതുപക്ഷ മന്ത്രിസഭയിൽ 1% പോലും അഴിമതിയില്ലെന്നും അതേസമയം ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി കുറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ പൂർണ്ണമായും മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള UDF-ന്റെ ഉന്നതാധികാര സമിതി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ചെടുത്ത തീരുമാനമല്ല. പിന്നീട് വൈകുന്നേരം സുധീരനെ വെട്ടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ മദ്യനയം. ഇത് UDF-ന്റെ നയമാണ് എന്ന് പറയുന്നത് സാങ്കേതികമാണ്. UDF-ലെ ഒരു കക്ഷികളും ഈ നയം അന്ന് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ സുധീരനെ കൊച്ചാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം രാജ്യത്ത് എവിടെ ലഭിച്ചാലും കോർപ്പറേഷൻ സഹായിക്കും. കൂടാതെ വീട്, അറ്റകുറ്റപ്പണികൾ ആവശ്യമായവരെയും കോർപ്പറേഷൻ സഹായിക്കും. ജില്ലയിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സർക്കാർ റേഷൻ കട വഴി അനുവദിച്ച സൗജന്യ റേഷൻ അരി കിട്ടുന്നില്ലെന്ന ആരോപണമുണ്ട്. സർക്കാരിന്റെ ഈ നല്ല ഉദ്യമത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദിവാസികളെ പോലെ പാവപ്പെട്ടവർക്ക് അനുവദിച്ചിരിക്കുന്ന 25 കിലോ സൗജന്യ അരി കൂടി കിട്ടാതിരിക്കാൻ കാരണം ഇതൊക്കെ പറഞ്ഞു വിട്ടാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയല്ല പ്രശ്നം. അപ്പൊ അതിന് പഞ്ചായത്തുകളും പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതിനിധികളും ഒക്കെ കുറെ കൂടി ശ്രദ്ധിച്ചാലേ അത് വിജയിക്കപ്പിക്കാൻ കഴിയും. കൂടാതെ വയനാട് വന്യജീവി സങ്കേതത്തിലെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ആർ ബാലകൃഷ്ണപിള്ള ബത്തേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ന്യൂസ്, ബത്തേരി. കൽപ്പറ്റയിൽ ATM കുത്തി തുറന്ന് കവർച്ചാശ്രമം. ലിയോ ഹോസ്പിറ്റലിന് സമീപത്തെ SBI-യുടെ ATM കൗണ്ടറിലാണ് മോഷണ ശ്രമം നടന്നത്. പട്രോളിംഗിനിടെ പോലീസ് പുലർച്ചെയാണ് സംഭവം കണ്ടത്. കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിന് സമീപത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിലാണ് മോഷണ ശ്രമം നടന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ATM കൗണ്ടറിലെ മെഷീൻ ഭാഗികമായി തകർത്തെങ്കിലും പണമൊന്നും തന്നെ മോഷ്ടിക്കാൻ മോഷ്ടാക്കൾക്ക് കഴിഞ്ഞില്ല. നൈറ്റ് പെട്രോളിംഗിനിടെ പുലർച്ചെ പോലീസ് തന്നെയാണ് മോഷണശ്രമം കണ്ടെത്തിയത്. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ മാസം പയ്യമ്പള്ളിയിലും സമാന രീതിയിലുള്ള ATM മോഷണം നടന്നിരുന്നു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നെന്മേനി പഞ്ചായത്തിൽ ഇരിപ്പ് കൃഷി ചെയ്യുന്ന നെൽവയലുകൾ തരം മാറ്റി കുരുമുളക് കൃഷിക്കായി വ്യാപകമായി മുരിക്കൻ കാലുകൾ നാട്ടി. വയലുകൾ തരംമാറ്റിയതിനെതിരെ നടപടിക്ക് കൃഷിമന്ത്രി VS സുനിൽകുമാർ നിർദ്ദേശം നൽകി 6 മാസം കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. നെന്മേനി കൃഷിഭവന് കീഴിലെ 12, 13 വാർഡുകളിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ തരംമാറ്റിയിട്ടും ജില്ലാ ഭരണകൂടം മന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ച് മൗനം പാലിക്കുകയാണ്. നെന്മേനി പഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ വ്യാപകമായി ഇരിപ്പു കൃഷി ചെയ്യുന്ന വയലുകൾ തരം മാറ്റുന്നതായി കല്ലിങ്കര മാത്തൂർകുളങ്ങര സുനിൽകുമാറാണ് കൃഷിമന്ത്രിക്ക് പരാതി നൽകിയത്. വിഷയത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17 മന്ത്രി സുനിൽകുമാർ നിർദ്ദേശവും നൽകിയിരുന്നു.
എന്നാൽ 6 മാസമായിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. നിരവധി പരാതികൾ നമ്മൾ പഞ്ചായത്ത്, കൃഷിഭവൻ, വില്ലേജ്, ആർടി ഓഫീസ്, കൃഷിമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ടും ഒരു നടപടി ഇതേവരെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പരമാവധി നെൽകൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും കുടിവെള്ളക്ഷാമവും നേരിടുമ്പോൾ നെൽകൃഷിയുടെ മഹത്വം പറഞ്ഞതുകൊണ്ട് മാത്രം നെൽകൃഷി പുനരുദ്ധാരണം സാധ്യമാകില്ലെന്നും ചട്ടവിരുദ്ധമായി നെൽവയൽ നശീകരണം തടയാനും നെൽകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സാഹചര്യമൊരുക്കി കൊടുക്കാനും അധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരിപ്പു കൃഷി ചെയ്യാൻ കഴിയുന്ന വയലുകളിൽ വലിയ ചാലുകൾ തീർത്ത് തരം മാറ്റുന്നത് നെൽകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ കൂടി കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. ജില്ലയിൽ നെൽവയലുകൾ പരക്കെ തരം മാറ്റുന്നതും വാഴയടക്കം കൃഷി ചെയ്യുന്നതും ഇതിനകം ചർച്ചയായിട്ടുണ്ട്. നെൽവയലുകൾ നശിപ്പിക്കാൻ പാടില്ലാത്ത ജലസ്രോതസ്സുകളാണെന്ന അവബോധം ശക്തമാണെങ്കിലും സ്വന്തം ലാഭനഷ്ടങ്ങൾ മാത്രം പരിഗണിച്ച് വരും തലമുറയുടെ കുടിവെള്ളം മുട്ടിക്കുകയാണ് ചിലർ. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. നികുതിച്ചീട്ട് പ്രശ്നത്തിൽ പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പയടക്കം മുടങ്ങുന്നു. പാടിച്ചിറ വില്ലേജിൽ സ്ഥിതിവിശേഷങ്ങൾ കോഴിക്കോട് ചെമ്പനോടയിൽ ഇതിനേക്കാൾ ഗുരുതരം. കർഷക സംഘടനകൾ മിന്നൽ സമരത്തിനുള്ള തയ്യാറെടുപ്പിൽ. അടുത്തയാഴ്ച ഓഫീസ് ഉപരോധമടക്കം സമരങ്ങൾ അരങ്ങേറുമെന്ന സൂചന. റീസർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനാൽ പാടിച്ചിറ വില്ലേജ് ഓഫീസ് പരിധിയിൽ കർഷകരുടെ മക്കൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതിന് അവസരം നഷ്ടപ്പെടുന്നു. വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്ന് നികുതി ഷീട്ട് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കൈവശാവകാശവുമായി ബന്ധപ്പെട്ടും ഭൂരേഖകൾ സംബന്ധിച്ചും സർവേ നമ്പറുമായി ബന്ധപ്പെട്ടും സർവത്ര ആശയക്കുഴപ്പം തുടരുന്നതിനാൽ പാടിച്ചിറ വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിച്ച് റെസീറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. ഭൂരേഖകളില്ലാതെ ഒരു വിധത്തിലുള്ള ബാങ്ക് ലോണും കിട്ടില്ല. റീസർവേ പൂർത്തിയാക്കാത്തതും പൂർത്തിയായ റീസർവേകളിൽ പരക്കെ പിശകുകൾ കടന്നുകൂടിയതും പാടിച്ചിറ വില്ലേജ് ഓഫീസിന് കീഴിൽ കൈവശ കർഷകരുടെ ജീവിതം നരകതുല്യമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് കൈമടക്ക് കൊടുക്കുന്നവർക്ക് രേഖകളെല്ലാം പെട്ടെന്ന് ശരിയാക്കി കിട്ടുന്നു എന്ന പരാതിയുമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ ലോണടക്കം മുടക്കി വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം തുലയ്ക്കുന്ന സാഹചര്യമാണ് പാടിച്ചിറ വില്ലേജിൽ നിലനിൽക്കുന്നത്. കർഷകനെ ആത്മഹത്യയിലേക്ക് നയിച്ച കോഴിക്കോട് ചെമ്പനോട വില്ലേജിനേക്കാൾ ഒരു പ്രദേശത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമായി പാടിച്ചിറ വില്ലേജ് പരിധിയിൽ സ്ഥിതികൾ മാറിയിരിക്കുകയാണ്. നാളെ തുടങ്ങുന്ന ആഴ്ചകളിൽ പ്രക്ഷോഭങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. വില്ലേജ് ഓഫീസ് ഉപരോധമടക്കം മിന്നൽ സമരങ്ങൾ അരങ്ങേറിയേക്കുമെന്നാണ് റിപ്പോർട്ട്. റവന്യൂ വകുപ്പ് മേധാവികൾ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും വ്യാപകമാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നക്ഷത്ര പദവി നേടി വയനാട്ടിൽ 2 ബാറുകൾ തുറന്നു. മാനന്തവാടിയിലെ ബ്രഹ്മഗിരി, കൽപ്പറ്റയിലെ ഹരിതഗിരി ബാറുകളാണ് ലൈസൻസ് പുതുക്കി കിട്ടിയതിനെ തുടർന്ന് ഇന്ന് കാലത്ത് 11-ന് തുറന്നത്. പുതിയ മദ്യനയം ശനിയാഴ്ച നിലവിൽ വന്നെങ്കിലും 1-ാം തീയതികൾ ഡ്രൈഡേ ആയതിനാൽ ഇന്നലെ ബാറുകൾ തുറന്നിരുന്നില്ല. 3 വർഷത്തോളം അടഞ്ഞുകിടന്നതിന് ശേഷം 80 ബാറുകൾക്ക് അനുമതി പുതുക്കി നൽകിയ കൂട്ടത്തിലാണ് വയനാട്ടിൽ 2 ബാറുകൾക്ക് ഷട്ടർ തുറക്കാൻ അവസരം കിട്ടിയത്. ഹരിതഗിരിയും ബ്രഹ്മഗിരിയും കാലത്ത് 11 മണിക്ക് തന്നെ തുറന്നു. ആദ്യമെത്തിയ ഉപഭോക്താക്കൾക്ക് മാനന്തവാടിയിലെ ബ്രഹ്മഗിരി ബാർ ഓഫറുകൾ നൽകിയതായാണ് സൂചന. കാലത്ത് തുറന്നെങ്കിലും വിദേശ മദ്യം സ്റ്റോക്ക് കുറവായിരുന്നതിനാൽ മാനന്തവാടി ബ്രഹ്മഗിരി പെട്ടെന്ന് തന്നെ അടച്ചു. കൂടുതൽ മദ്യം എത്തിച്ച് ഉച്ചയ്ക്ക് 3-നാണ് വീണ്ടും തുറന്നത്. പെഗ് റേറ്റിലാണ് ബാറിൽ മദ്യവിൽപ്പന. ബെവ്കോ ഔട്ട്ലെറ്റിൽ 1/2 ലിറ്ററിന് 320 രൂപ വില വരുന്ന മദ്യത്തിന് ബാറിൽ 490 രൂപയാണ് ഈടാക്കിയത്. താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ ബാറുകളും ഇത് നമ്മുടെ സർക്കാർ തുറന്നപ്പോൾ ഇതിൽ ഈ ബിവറേജ് 240 രൂപ 250 രൂപയ്ക്ക് വിൽക്കുന്ന മദ്യം ഇവിടെ വിൽക്കുന്നത് എത്രയാണ്? 500-510 രൂപയ്ക്കാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുമോ? കൂലിപ്പണിക്കാരും പലരും ആദിവാസികളടക്കം 260 രൂപയുടെ MC ഫൈനന് ഇവിടെ 440 രൂപയാണ്. അതാണ് ഇവിടെ 200 ഒരു ടീമുകൾ പുറത്തിറങ്ങിയില്ല. ഇവിടുന്ന് വാങ്ങിയിട്ട് പുറത്തിറങ്ങില്ല കടമകൾ അവർ ചെയ്യും. കൽപ്പറ്റയിലെ ഹരിതഗിരി ബാറിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. വയനാട്ടിലെ പ്രമുഖ നഗരങ്ങളിൽ നക്ഷത്ര പദവി നേടി ലൈസൻസിന് വേണ്ടി കൂടുതൽ ബാറുകൾ ശ്രമം തുടങ്ങിയതായാണ് സൂചന. ഒരു ബെക്ക് മദ്യത്തിന് മാക്സിമം 60 റേറ്റ്, 60 ലോക്കലായാലും കോസ്റ്റ്ലി ആയാലും എന്തായാലും വേണ്ടില്ല. ആ റേഞ്ചിൽ ഇവിടെ മദ്യം കഴിക്കാൻ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഫസ്റ്റ് ലാസ്റ്റ് വാണിങ്. അല്ലാണ്ട് ഒരു പെഗിന് 80 കൊടുത്തിട്ട് ഒരു പൈൻറ്റ്, അതായത് പൈൻറ്റ് എന്ന് പറഞ്ഞാൽ MC-ക്ക് ഇവിടെ 480 രൂപ വില വരും. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മേപ്പാടിയിൽ ട്രാഫിക് പരിഷ്കരണം കടലാസിൽ മാത്രം. ട്രാഫിക് അഡ്വൈസറി ബോർഡ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഇച്ഛാശക്തിയില്ലാതെ പഞ്ചായത്ത് ഭരണസമിതി. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും റോഡരികിലെ കയറ്റിറക്കും മേപ്പാടി ടൗണിൽ പതിവ് പോലെ.
മേപ്പാടി ടൗണിൽ ജൂലൈ 1 മുതൽ കർശനമായും ട്രാഫിക് പരിഷ്കരണം നടപ്പിൽ വരുത്തുമെന്ന ഉറപ്പിന്മേൽ പിരിഞ്ഞ അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശങ്ങൾ കടലാസിൽ മാത്രമായിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിംസ് മെഡിക്കൽ കോളേജിലേക്ക് നിത്യേന നിരവധി ആംബുലൻസുകളും ഈ വഴിയാണ് കടന്നുപോകേണ്ടത്. ടൗണിൽ വിവിധ സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ടെങ്കിലും അതിനു ചുവട്ടിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ വ്യാപാരികളുടെ വാഹനങ്ങളും സ്ഥിരമായി പാർക്ക് ചെയ്തു വരുന്നു. വലിയ ലോറികളിൽ നിന്നും ചരക്കിറക്കുന്നതും ഒരു പരിധിവരെ ട്രാഫിക് കുരുക്കിന് കാരണമാകുന്നു. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയും കയറ്റിറക്ക് നിരോധിച്ചിട്ടുണ്ട്. അവസാനമായി 20/6/2017 കൂടിയ ട്രാഫിക് അഡ്വൈസറി യോഗത്തിലും ട്രാഫിക് പരിഷ്കരണം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ പല പ്രാവശ്യം തീരുമാനിച്ചതുപോലെ ഈ തീരുമാനവും കടലാസിൽ വിശ്രമിക്കുകയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം ഒരു ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിന് പകരം എടുത്ത തീരുമാനങ്ങൾ കർശനമായി ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നാണ് ആവശ്യമുയർന്നത്. മേപ്പാടി ട്രാഫിക് കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അഡ്വൈസറി ബോർഡ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു വാഹനമോ വലിയ സ്ഥലത്ത് വെക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ട സ്ഥലത്ത് റോഡിൽ പല ഭാഗത്തേക്കും കൂട്ടിയിട്ടമായിരിക്കുകയാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ പോലും കേൾക്കാൻ വ്യാപാരികളും അവരുടെ സാധനങ്ങളൊക്കെ പുറത്തിറക്കി വെച്ചുകൊണ്ട് ജനങ്ങൾ ഫുട്പാത്തിൽ പോലും നടക്കാൻ കഴിയാത്ത രീതിയാണുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന് വേണ്ടപ്പെട്ടവർ ഈ ട്രാഫിക് നിയമം പരിശോധിക്കണമെന്ന് ജനങ്ങൾക്ക് പറയാം. വയനാട് ന്യൂസ് മേപ്പാടി. വയനാട് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും ജനറൽ ബോഡി യോഗവും ബത്തേരിയിൽ സംഘടിപ്പിച്ചു. IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. MB സത്യൻ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ, CP കുര്യാക്കോസ്, AP ആലി, PP സജി, PK രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും കുട്ടികളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് ഉപഹാരങ്ങൾ നൽകി. സാമ്പത്തിക വർഷാവസാനം കാപ്പിക്ക് ഉയർന്ന വില പ്രതീക്ഷിച്ച് കാപ്പിക്കുരു സൂക്ഷിച്ചു വെച്ച കർഷകർക്ക് വിലത്തകർച്ച വിനയായി. ബാങ്ക് ലോൺ അടക്കം കടബാധ്യതകൾ ഒഴിവാക്കാൻ നിധി പോലെ കാപ്പിക്കുരു സൂക്ഷിച്ചു വെച്ച കർഷകരാണ് പ്രതിസന്ധിയിലായത്. വിലത്തകർച്ചയ്ക്ക് പുറമെ കാപ്പിക്കുരുവിനെ ചീയൽ ബാധിച്ചതും പ്രശ്നമായി. ഉൽപാദനക്കുറവും വിലത്തകർച്ചയും വിളവെടുപ്പ് സീസണിൽ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. സീസൺ കഴിയുന്നതോടെ സാമ്പത്തിക വർഷാവസാനത്തിൽ കാപ്പി വില വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച കർഷകരാണ് ഇത്തവണ ആശങ്കയിലായത്. കടുത്ത വേനലിന് ശേഷം മഴയെത്തിയപ്പോൾ ആശ്വസിച്ച കർഷകരെ കുഴപ്പത്തിലാക്കി മേപ്പാടി മേഖലയിൽ കാപ്പിക്ക് വ്യാപകമായി ഫംഗസ് രോഗബാധയേറ്റിരിക്കുകയാണ്. രോഗം ബാധിച്ച കായ്കൾ ചീഞ്ഞു കൊഴിഞ്ഞു പോകുന്നു. അടുത്ത സീസണിലേക്ക് പ്രതീക്ഷിച്ച കാപ്പി ഉൽപാദനം ഉണ്ടാകില്ല എന്ന ഉത്കണ്ഠ കർഷകരെ പിടികൂടി കഴിഞ്ഞു. ഉൽപാദനം 1/3 കുറയുമെന്നാണ് സൂചന. ബോഡോ മിശ്രിതമല്ലാതെ ഫംഗസ് രോഗബാധയ്ക്ക് മറ്റു മരുന്നില്ല. ശക്തി കുറവാണെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴ കാപ്പിക്ക് ഭീഷണിയാണ്. തുടർച്ചയായുള്ള മഴ കൊണ്ട് ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ഇങ്ങനെ ഒരു ഫംഗൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇതൊരു ഫംഗലാണ്. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഈ നല്ലൊരു ശതമാനവും കാപ്പി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നാൽ ഒരു 30% ഈ വർഷം കാപ്പി കുറയാനാണ് ചാൻസ്. തുടർച്ചയായിട്ട് ഇനിയും മഴ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്താൽ കുഴപ്പമില്ല. പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫംഗലായിട്ട് ഈ കാപ്പികൾ മുഴുവൻ കൊഴിഞ്ഞു പോകും. ഇതൊരു ഫംഗൽ ഡിസീസാണ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മഴ വൈകി ലഭിച്ചതിനാൽ നഞ്ച കൃഷി പ്രവർത്തനങ്ങൾ ജില്ലയിൽ പലയിടത്തും വൈകി. ഞാറ് നടേണ്ട സമയത്താണ് ഇപ്പോൾ വിത്ത് വിതച്ചിരിക്കുന്നത്. മഴ വൈകിയത് ഇനിയുള്ള കാർഷിക പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. ജില്ലയിലെ മഴക്കുറവ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. വൈകിയെത്തിയ കാലവർഷം ഞാറ് നടേണ്ട സമയത്താണ് ലഭിച്ചിരിക്കുന്നത്. ഇനി വിത്തിട്ട് ഞാറ് പറിച്ച് നടുമ്പോൾ മുൻ വർഷത്തേക്കാൾ 1 മാസത്തോളം വൈകും. ഇത് ഉൽപ്പാദനത്തെ ബാധിക്കുന്നതോടൊപ്പം കീടബാധയ്ക്കും സാധ്യതയേറെയാണെന്ന് പറയുന്നു. എല്ലാ കർഷകരും ഒരേ സമയത്ത് നാട്ടിയും കൊയ്ത്തും നടത്തേണ്ടി വരുന്നതിനാൽ തൊഴിലാളി ക്ഷാമവും രൂക്ഷമാകും. നെന്മേനി പഞ്ചായത്തിലെ കല്ലിങ്കര, വെണ്ടോൽ, നമ്പ്യാർകുന്ന് പാടശേഖരങ്ങളിലെല്ലാം നഞ്ചകൃഷിക്കുള്ള വിത്തിടിയിൽ ആരംഭിച്ചു. ആശങ്കയോടെയാണെങ്കിലും കർഷകർ നെൽകൃഷി കൈവിട്ടിട്ടില്ലെന്നത് ആശ്വാസകരം. 1 ഏക്കർ കൃഷിക്ക് 10,000 രൂപ സബ്സിഡി നൽകിയാണ് സർക്കാർ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നെൽകൃഷിയിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്താൽ തൊഴിലാളി ക്ഷാമം പരിഹരിച്ച് ശേഷിച്ച നെൽവയലുകൾ നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കാലവർഷം വൈകിയ കാരണം നല്ല 1 മാസം മുമ്പ് ഞങ്ങൾ ഞാറൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ആ ഞാറ് വെക്കാൻ പറ്റാത്ത കാരണം പറഞ്ഞാൽ നെൽകൃഷി പിന്നെ പൊതുവെ ഇവിടെ നെൽകൃഷിക്കാർ കുറവാണ്. ഈ വാഴയൊക്കെ ഇങ്ങനെ വെച്ചിട്ടും കഴിഞ്ഞ് വെച്ചിട്ടും എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അല്ല അതിൻ്റെ പുറമെ മഴേൻ്റെ കുറവ് കൂടി കാരണം ബുദ്ധിമുട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇങ്ങനത്തെ നാട്ടിപ്പണി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ അതില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ പണിക്കാർക്ക് ക്ഷാമം. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ.
വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കൃഷി, വനം പരിസ്ഥിതി എന്നിവയിൽ കുട്ടികളിൽ അവബോധം വളർത്തുന്നതിന് 1/2 ഏക്കറോളം സ്ഥലത്ത് കപ്പ കൃഷിയും 10ഓളം മുളയിനങ്ങളും നട്ടുപിടിപ്പിച്ചു. തൈനടീലിന്റെ ഉദ്ഘാടനം അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് അംഗം വത്സ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അശോകന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ HM ദിവാകരൻ, സീനിയർ അസിസ്റ്റന്റ് ശിവദാസൻ, ബിന്ദു, അയ്യൂബ് കടൽമാട്, മോപ്പേനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിദാസൻ, ശ്രീലത മാർസ് എന്നിവർ സംസാരിച്ചു. ക്ലബ് കൺവീനർ രാജേഷ് മാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കുറവും അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ചെണ്ടുമല്ലി കൃഷിയെയും ബാധിച്ചു. 3 തവണ പൂക്കൃഷി ഇറക്കിയിരുന്ന പാടങ്ങളിൽ ഇത്തവണ ചെണ്ടുമല്ലി 2 തവണ മാത്രമാണ് കൃഷിയിറക്കിയത്. നഷ്ടങ്ങൾ സഹിച്ചും കേരളത്തിലെ ഓണക്കാലം ലക്ഷ്യമിട്ട് ഗുണ്ടൽപേട്ടിലെ കർഷകർ ചെണ്ടുമല്ലി കൃഷി നടത്തുകയാണ്. നഷ്ടമാണെങ്കിലും ചെണ്ടുമല്ലി കൃഷി ഉപേക്ഷിക്കാൻ ഗുണ്ടൽപേട്ടിലെ കർഷകർക്ക് കഴിയില്ല. കേരളത്തിലെ ഓണവിപണിക്ക് പുറമെ നടങ്ങും പൂജാ ആവശ്യങ്ങൾക്കും വിവാഹാവശ്യങ്ങൾക്കും ചെണ്ടുമല്ലിപ്പൂക്കൾ അനിവാര്യമാണ്. പെയിന്റ് വ്യവസായികളും ചെണ്ടുമല്ലി ധാരാളമായി കൊണ്ടുപോകുന്നു. ആവശ്യക്കാരുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും ജലലഭ്യതയില്ലായ്മയും ചെണ്ടുമല്ലി കർഷകരെ ചതിക്കുകയാണ്. തമിഴ്നാട്, കർണാടകയിലെ ബംഗളൂർ, മൈസൂർ തുടങ്ങിയ വൻ നഗരങ്ങൾ എല്ലാം ചെണ്ടുമല്ലിക്ക് ആവശ്യക്കാർ ഏറെയാണ്. മൊത്തവ്യാപാര വിപണിയിൽ ചെണ്ടുമല്ലിപ്പൂവ് 1 കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെയാണ് വില ലഭിക്കുക. നഷ്ടം സഹിച്ചാണ് ഇപ്പോൾ കൃഷി. കാഴ്ചകൾ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് പൂപ്പാടങ്ങളിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനും മറ്റും ആളൊന്നിന് 10 രൂപ ഈടാക്കിയും മറ്റും നഷ്ടം കുറയ്ക്കുകയാണ് കർഷകർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിങ്ങത്തിലെ ഓണക്കാലത്താണ് ചെണ്ടുമല്ലിയുടെ ലാഭക്കൊയ്ത്ത്. അത്തം മുതൽ 10 നാൾ കേരളത്തിലേക്ക് വൻ കയറ്റുമതിയാണ്. ഓണപ്പൂക്കളങ്ങൾക്കും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അരങ്ങേറുന്ന പൂക്കള മത്സരങ്ങളിലും പൂക്കളത്തിൽ സ്വർണ്ണശോഭ വിരിയണമെങ്കിൽ ഗുണ്ടൽപേട്ടിൽ നിന്ന് ചെണ്ടുമല്ലി എത്തണം. നമ്മളിപ്പോൾ പൂജക്ക് കൊടുക്കും, പിന്നെ മൈസൂർ, ബംഗളൂരൊക്കെ കൊടുക്കും, പിന്നെ ഓണത്തിന് വരുമ്പോൾ ആവശ്യത്തിന് കൊടുക്കും, പിന്നെ പെയിന്റ് കൊടുക്കും. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മാനന്തവാടി സർക്കിൾ സഹകരണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. PV സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ M സജീർ അധ്യക്ഷനായിരുന്നു. ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് സഹകരണ പ്രസ്ഥാനം ഉറപ്പാക്കുന്നു എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വയനാട് ജില്ലാ സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ P റഹീം വിഷയം അവതരിപ്പിച്ചു. GSTയും സഹകരണ സ്ഥാപനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് മാനന്തവാടി വാണിജ്യ നികുതി ഓഫീസർ T മനോജ് ക്ലാസ് എടുത്തു. സഹകരണ സംഘം പ്രസിഡന്റുമാരായ A പ്രഭാകരൻ, P വാസു, K മുരളീധരൻ, KL മത്തായി, KK അഹമ്മദ്, മാനന്തവാടി അസിസ്റ്റന്റ് ഡയറക്ടർ PK രാജൻ എന്നിവർ സംസാരിച്ചു. SSA വയനാടിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാനന്തവാടി BRCയിൽ ബ്ലോക്ക് പ്രസിഡന്റ് പ്രീതാരാമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് ജോർജ് അധ്യക്ഷനായിരുന്നു. TK സത്യൻ, ബിനോയ് മാസ്റ്റർ, KB അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നെന്മേനി ഗ്രാമപഞ്ചായത്തും ചീരാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചീരാൽ PHCയും സംയുക്തമായി ശുചീകരണ ഹർത്താൽ നടത്തി. രാവിലെ 11 മണി മുതൽ 12 മണി വരെ കടകളടച്ചാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ചീരാൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് P ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. നെന്മേനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. ചീരാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സനൽകുമാർ ശുചീകരണ പ്രാധാന്യം വിശദീകരിച്ചു. സരള ഉണ്ണികൃഷ്ണൻ, നൌഫൽ സാദിഖ്, സുനിൽ റാം, ഷെനിൽ, അസ്കർ എന്നിവർ സംസാരിച്ചു. HIമാരായ ബെന്നി, നവാസ് എന്നിവർ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു. ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ നിങ്ങൾക്കറിയാം, വ്യാപാരം എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ നശിപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് കണ്ടെത്തുക. വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വരും. അതിലേക്ക് മുൻകൈ എടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കപ്പുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് നശിപ്പിക്കാനുള്ള മാർഗ്ഗം. മേപ്പാടി കാരുണ്യ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ് ഉദ്ഘാടനം ചെയ്തു. ദുരിതമനുഭവിക്കുന്ന 2 പ്രവാസി കുടുംബങ്ങൾക്ക് ഓട്ടോറിക്ഷകളും നിരവധി കുടുംബങ്ങൾക്ക് കിറ്റുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ ബാവ ഷറഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മേപ്പാടി അഡീഷണൽ SI P പ്രകാശൻ, ഫാദർ വിക്ടർ T ഹംസ, K വിനോദ്, NP ചന്ദ്രൻ, സീതാദേവി ടീച്ചർ, സുരേന്ദ്രൻ വയനാട്, ഹൈദർ അലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPIയും CPI ഭിന്നത കണ്ട് ആരും സന്തോഷിക്കേണ്ടെന്ന് R ബാലകൃഷ്ണപിള്ള. ഇടത് മദ്യനയമാണ് ശരി, സുധീരനെ വെട്ടാൻ ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ചതാണ് UDF മദ്യനയമെന്ന് ബാലകൃഷ്ണപിള്ള. കൽപ്പറ്റയിൽ ATM കുത്തിത്തുറന്ന് മോഷണ ശ്രമം. കുത്തിത്തുറന്നത് ലിയോ ഹോസ്പിറ്റലിനടുത്തെ SBI ATM കൗണ്ടർ. നെന്മേനി പഞ്ചായത്തിൽ നെൽവയലുകൾ തരം മാറ്റി മുറിക്കുനട്ടു. നടപടിയെടുക്കാൻ കൃഷിമന്ത്രി നൽകിയ നിർദ്ദേശം ജില്ലാ കളക്ടർ അവഗണിച്ചു.
പാടിച്ചിറ മറ്റൊരു ചെമ്പനോട. കർഷക സംഘടനകൾ മിന്നൽ സമരത്തിനൊരുങ്ങുന്നു. നക്ഷത്ര പദവി നേടി വയനാട്ടിൽ 2 ബാറുകൾ തുറന്നു. ബാറുകൾ തുറന്നത് കൽപ്പറ്റയിലും മാനന്തവാടിയിലും. മേപ്പാടിയിൽ ട്രാഫിക് പരിഷ്കാരം കടലാസിൽ. ഉപദേശക സമിതി നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില. വാഹന പാർക്കിംഗും കയറ്റിറക്കും റോഡരികിൽ. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം ഗുണ്ടൽപേട്ടിൽ ചെണ്ടുമല്ലി കൃഷിയെ ബാധിച്ചു. ഓണം ലാഭം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ പൂപ്പാടങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.